സിജോ, നിങ്ങൾ പുറത്തായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച സിജോ പുറത്തായപ്പോൾ പലർക്കും സംശയമായിരുന്നു. വോട്ടിംഗിന്റെ പേരിലാണെങ്കിൽ ശ്രീതു അല്ലേ പുറത്താവേണ്ടത്, സിജോ അല്ലല്ലോ. പിന്നീട് മിഡ് വീക്ക് എവിക്ഷനിൽ ഋഷിയെ പുറത്താക്കുമെന്ന ന്യൂസും വന്നിരുന്നു. ശ്രീതുവിനെ പുറത്താക്കിയാൽ പുറത്തുള്ളവർ വിചാരിക്കും ശ്രീതുവിന്റെ വോട്ട് കൂടി അർജുന് കിട്ടിയിട്ട് അർജുൻ വിജയിയാവുമെന്നൊക്കെ. ബിഗ് ബോസിനും ഇത് തന്നെയാണ് വേണ്ടത്. ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യണം. ഏതായാലും മിഡ് വീക്ക് എവിക്ഷനിൽ ശ്രീതു പുറത്തായിരിക്കുകയാണ്. ശ്രീതു പുറത്തായിട്ടുണ്ട്. ഇനി നമുക്ക് ഫിനാലിൽ വെച്ച് കാണാം. ഓൺലൈൻ പോളുകൾ വെച്ച് നോക്കുമ്പോൾ ശ്രീതുവിന്റെ വോട്ട് അർജുന് പോയാലും 3-ാം സ്ഥാനത്ത് നിന്ന് അർജുൻ 2-ാം സ്ഥാനത്ത് എത്തത്തേ ഉള്ളൂ. അല്ലാതെ വിന്നർ ആകാനൊന്നും അർജുന് കഴിയില്ല. മിഡ് വീക്ക് എവിക്ഷൻ മാത്രമല്ല സർപ്രൈസ്, ഇനിയും മത്സരാർത്ഥികളുടെ എൻട്രി ഉണ്ട്. നാളെ അൻസിബ, അഭിഷേക് എന്നിവർ കയറുന്നുണ്ട്. സിജോ, സായി, നന്ദന, നോറ എന്നിവർ ഫിനാലിലെത്താനേ സാധ്യതയുള്ളൂ. ഇന്നൊരു മത്സരാർത്ഥി കൂടി കയറും. പിന്നെ ശ്രീതുവിന് തമിഴ്നാട്ടിൽ വലിയ സപ്പോർട്ട് ഉണ്ടെന്നൊന്നും തോന്നിയിട്ടില്ല. തമിഴ്നാട്ടിലുള്ളവര് മലയാള സിനിമ തന്നെ കാണുന്നത് ഇപ്പോഴാണ്. ആ സമയത്താണ് മലയാള ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥി അവർ വോട്ട് ചെയ്ത് ഫിനാലിലേക്ക് എത്തിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കുക, ഇവിടെ മലയാളത്തിൽ ഒരു സീരിയൽ നടി നേരെ തമിഴ് ബിഗ് ബോസിലോട്ട് പോയിട്ട് അവിടെ സേഫ് ഗെയിം കളിച്ച് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുമോ? പോട്ടെ, തമിഴ് ബിഗ് ബോസ് എല്ലാ സീസണും കണ്ട എത്ര പേരുണ്ട്? കണ്ടവരൊക്കെ കമന്റ് ചെയ്യുക. ശ്രീതു പുറത്തായതുകൊണ്ട് ഫിനാലിയില് കാര്യമായ ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല.